കൊച്ചു ഗ്രാമം. നല്ല മനസ്സിന് ഉടമകളായ കുറച്ച് മനുഷ്യർ താമസിക്കുന്നവരിടം. അവരുടെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ഒരു കൊച്ചു കൂട്ടായ്മ, സെയിൻറ്റ് ജോസഫ് കൂട്ടായ്മ. വാർഡുകളുടെ തറവാട് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ജോസഫ് വാർഡ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, ഇവരുടെ പരിപാടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പുതുമയാണല്ലേ? അതെ അതെ, അത് ശരിയാ. പക്ഷേ ഇപ്രാവശ്യം എന്തായിരിക്കും? കപ്പിൾ ഡാൻസ് ആണോ? കപ്പിൾ ഡാൻസോ? അതിന് കപ്പിൾ ഡാൻസിന് പകുതി കപ്പിളും സ്ഥലം മാറി വേറെ വാടകളോട് പോയി. ഓ, എന്നാ ജോഫി, ഇവര് ഇപ്രാവശ്യം ഗ്രൂപ്പ് സോങ് ആയിരിക്കും. ഇയാൾ എന്തായി പറയുന്നത് സിസ്മി? വീട്ടിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ വാടി. അതുകൊണ്ട് സിംഗിൾ സോങ് എല്ലാം പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് സോങ് പറ്റുന്നേ. ഓ, സ്കിറ്റ് അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൻറ്റ് ജോസഫ് സ്കിറ്റ് അടിപൊളിയായിരുന്നു. അത് ശരിയാ, അത് അടിപൊളിയായിരുന്നു. ആ, നമുക്ക് നോക്കാം ഈ പ്രാവശ്യത്തെ എങ്ങനെ ഉണ്ടായിരിക്കും. എന്നാ വാ, നമുക്കെല്ലാം നോക്കാം. ആയിക്കോട്ടെ. കലാസ്നേഹികൾ സെന്റ് ജോസഫ് തിയേറ്റേഴ്സ് 16 ദിവസം അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ആവാമിന്റെ സന്തതികൾ. ഏതൻ തോട്ടത്തിലെ ഒരു സുപ്രഭാതം. ഇത് ആപ്പിൾ കഴിച്ചതിന് ശേഷമാണോ അതോ അതിനു മുമ്പുള്ളത്? ഫസ്റ്റ് സീൻ തന്നെ ഉൾക്കൊള്ളിയൊന്നും നൽകാൻ പറ്റത്തില്ല. ബൈബിൾ നാടകം, ബൈബിൾ നാടകം. അയ്യോ, മറന്നു. അതെ, ആയിരിക്കുന്ന വിശ്വാസിനെ ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ആളുടെ വീഡിയോസൊക്കെ സൂപ്പറാണ്. നിന്നോട് കണ്ട അലനാടികളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു രഹസ്യം പറയാൻ വന്നതാ. രഹസ്യമോ? എന്ത് രഹസ്യം? നിങ്ങളത് കാണുക. ഈ ഏദൻ തോട്ടത്തിൽ why this tree is called the വിലക്കപ്പെട്ട tree. ഈ പർദീസായിൽ എന്തുകൊണ്ടാണ് ഈ ആപ്പിന് വിലക്കപ്പെട്ട ആപ്പ് എന്ന വിളിപ്പേര് ചാർത്തപ്പെട്ടത്? ഈ കാര്യം പോകുന്ന ആളോടാ നിന്റെ രഹസ്യം. നീ ആരാ? ഇവിടുത്തെ രാജേഷ് ജോയ്. എന്നാൽ ഈ ശരിക്കുമുള്ള രഹസ്യം എന്തായിരുന്നു? ഇങ്ങോട്ടാ. അയ്യോ, സോഷ്യൽ മീഡിയ തലത്തിലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഓ പിന്നെ, ഒരെണ്ണമൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ചെയ്യാം. ഇത് കൊള്ളാം. നമുക്കൊരു റീൽ എടുത്താലോ? ആ ഫോണിൽ താ, ഞാൻ വീഡിയോ എടുത്തു തരാം.
അയ്യോ വന്നേ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ശേഷം ചരിത്രം. തന്റെ വാക്കനുസരിക്കാത്ത ആദ്യത്തെയും ഹവ്വയെയും ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് യൂദായിലെ ഗോദയിൽ നമ്മുടെ ആദാമിന്റെ പിൻതലമുറക്കാരൻ, ഇസ്രായേലിന്റെ പൊന്നോമന പുത്രൻ, ജസ്സയുടെ ചുണക്കുട്ടൻ ദാവീദ്, ഫിലിസ്തീനയുടെ ഫയൽവാൻ കാലമാടൻ ഗോലിയാത്തുമായി ഏറ്റുമുട്ടുന്നു. ഏവരും അത് കാണുവാനായി എത്തിച്ചേരേണ്ടതാണ്. ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ എന്റെ ഐഡിയ. ആമസോണിൽ നോക്കാം. മെഷീൻ ഗൺ സൂപ്പർ, തോക്ക് കിടു, ഗദ പൊളി, പക്ഷേ പൈസ ഇല്ല. ആമസോണിൽ ചീപ്പർ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അമ്പും വില്ലും ഇലഞ്ഞും വേണ്ട, മതി കവണ മതി. നീ തീർന്നടാ, തീർന്നു. കാലചക്രം ഉരുണ്ടുണ്ട്. ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഹെറോദേസിന്റെ കൊട്ടാരത്തിലാണ്. ഇന്നോടെ ഹെറോദേസിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. പക്ഷേ ഹെറോദേസ് ആകെ അസ്വസ്ഥനാണ്. എന്താ ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷമില്ലാത്ത? നമ്മുടെ വാട്സാപ്പ് ചാറ്റ് ലീക്കായി തോന്നുന്നു. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല, പക്ഷേ ഇതൊന്നും ശരിയല്ലെന്ന സ്നാപകൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എങ്ങനെയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിക്കണം. അതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് നല്ല ഫോളോവേഴ്സ്. വലിയ രാജാവാണ് രാജാവ്. പിളങ്ങാതെ കരുതിയല്ല, സലോമിയും കൂട്ടരും ഇപ്പോൾ എത്തും. तेरा तौबा 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 तौबा
എന്താണ് സലോമിക്ക് വേണ്ടത്? എന്തും ചോദിച്ചോളൂ. എനിക്ക് സ്നാപകന്റെ തല വേണം. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവുന്നു. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നാടിന് നൽകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെറിറ്റസിന്റെ പ്രധാന ആഘോഷനിലയിൽ നടന്ന സ്നാപകന്റെ പ്രധാന വാർത്തയാണ് നാടിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൊട്ടാരവളപ്പിൽ നിന്നും ഫിൽസി വിശദാംശങ്ങളുമായി ചേരുന്നു. ഫിൽസി, എന്താണ് അവിടെ സംഭവിച്ചത്? തോമസ്, ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഫിൽസി പറയൂ, ആരുടെ കത്തലയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? തോമസ്, ഇവിടെ സംശയത്തിന്റെ കുന്തമഴയിൽ. ഫിൽസി, നമ്മുടെ സമയം തീരെയില്ല. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഫിൽസിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. വെട്ടുകുളിയും കാട്ടുന്നതിന് മാത്രം കഴിച്ച് മരുഭൂമിയിൽ താമസിച്ചിരുന്ന സ്നാപകൻ എങ്ങനെ കൊട്ടാരത്തിലേക്ക് ഒറ്റപ്പാടുന്നു? കേക്ക് കട്ട് ചെയ്ത് കത്തിയിൽപ്പെട്ടിരിക്കുന്ന ചോരക്കട ആരുടേതാണ്? 2 കിലോളം പോകുന്നിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കൊറോലസ് എവിടെയാണ്? കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് അവറിൽ ഇന്നൊരു ഇടപെടാം. ചുങ്കംപുരിയിൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള ജെറിക്കോ പട്ടണത്തിലെ വിശ്വസ്ത സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. Chungam Financiers. പ്രൊപ്പറേറ്റർ സിക്കമോർ സഖ്യൂസ്. ചുങ്കം പെരിക്കൽ, PDL. വഴിയാധാരമാക്കൽ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സഖ്യൂസ് നേരിട്ട് നടത്തുന്ന സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. Chungam Financiers. ചുങ്കം Karen. കപ്പം Legally. ഉത്തരവാദിത്വത്തോടെ പിരിച്ചു കൊടുക്കുന്ന ജെറിക്കോയിലെ ഏക സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. Chungam Financiers. ശവക്കോട്ട പാലത്തിന് സമീപം ജെറിക്കോ. കാലായ വീടുണ്ട്, എന്നാൽ കല്യാണം കൂട്ടിയ പ്രശ്നങ്ങൾ മാത്രം തീരുന്നില്ല. സാധനം തീർന്നിരിക്കുമ്പോഴാണ് അവളാൻ വരുന്നവനെ നീ ഇവിടെ ഡാൻസ് കളിച്ച് മറിയുന്നത്. ഓടാനായിട്ട് നീ ആ കർത്താവിനെ വിളിച്ച് വീട് തീർന്നു പോയ കാര്യം പറ. ശരി ശരി, ഇപ്പൊ വിളിക്കാം. നീ കർത്താവിനെ വിളിച്ചേ. എവിടെ ചോദിച്ചേ? ഹലോ ഹലോ, ആരും എടുക്കുന്നില്ലല്ലോ. ഞാൻ കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങൾ എന്റെ പരിധിക്ക് പുറത്താണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇപ്പൊ എന്നെ വിളിച്ചത് അതിന് സ്വയം എന്തെങ്കിലും പരിഹാരം കണ്ടെത്തും. വിജയ, കർത്താവിനെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. നമ്മൾ പരിധി പുറത്താണോ പറയുന്നത്? എന്റെ ചേട്ടാ വിട്ടുകള, അവിടെ ഇരുന്ന് കരുതുമേള എന്നാലും വെച്ച് ജസ്റ്റ് ചെയ്യുന്നേ. എന്താ ബഹളം? ഇതെന്താ ചന്തയാണോ? ആരാ? മനസ്സിലായില്ലല്ലോ. ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയാണോ പള്ളിയിൽ വരുന്നത്? പ്രസംഗത്തിനിടയ്ക്ക് കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ എന്നാൽ പറ, ഏതായിരുന്നു നല്ല സുവിശേഷ വായന?
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. അത് യോഹന്നാൻ 6 കഴിഞ്ഞ ആഴ്ചത്തെ വായന. ഇന്നത്തെ വായന ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ അച്ഛൻ ഈശോയും തമ്മിലൊരു സ്വകാര്യം പഠിച്ചു? ഈശോയോ? ഓ അല്ല, നീ പറഞ്ഞിട്ട് വേണം ഈശോയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഈശോയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു. എന്റെ ഈശോയെ, ഈ പ്രസംഗത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂട്ടായ്മയുടെ ശക്തി ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിലാണ്. ഈശോ വന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. അത് ശരിയാ. എന്നാ എല്ലാരും ഇരിക്കേ, എല്ലാരും വാ. Come here.